കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയുടെ ചോദ്യം ചെയ്യൽ മൂന്നാം ദിവസവും തുടരുന്നു. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇഡി ഓഫീസിലെത്തിയ വാദ്ര ദേശീയ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ആവർത്തിച്ചു. ഹരിയാനയിലെ ഗുരുഗ്രാം ഷിക്കോപൂർ ഭൂമിയിടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയെ തുടർച്ചയായ മൂന്നാം ദിവസം ഇഡി ചോദ്യം ചെയ്യുന്നത്. ഭാര്യ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇഡി ഓഫീസിലെത്തിയ വാദ്ര ഇന്നും കേന്ദ്ര സർക്കാരിനെയും ഇഡിയെയും കുറ്റപ്പെടുത്തി. ദേശീയ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് വാദ്ര ആവർത്തിച്ചു. जो सरकार है उनका प्रचार करने का तरीका है, मिसयूज करने का तरीका है, दुरुपयोग हो रहा है. हम झेलने की क्षमता हमें है, हम झेलेंगे, कोई ऐसी बात नहीं है. ഇന്നലെ 6 മണിക്കൂറിലേറെ വാദ്രയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. 2008 വാദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 7 കോടിയിലധികം രൂപയ്ക്ക് വാങ്ങിയ ഭൂമി മാസങ്ങൾക്ക് ശേഷം 58 കോടി രൂപയ്ക്ക് DLFന് വിറ്റു. ഇതിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടായെന്നാണ് ഇഡിയുടെ ആരോപണം. അതേസമയം ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് കേസിൽ നിന്ന് വാദ്രയെ രക്ഷിക്കാൻ DLF ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് നൽകിയത് 170 കോടി രൂപയാണ്. ഭൂമി ഇടപാട് കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.